നമ്മൾ ഇന്ന് നമ്മുടെ പുതിയ ഗ്യാസ് വെൽഡിങ്, ഇപ്പം നിങ്ങളെ എല്ലാവർക്കും അറിയാതാണ് ഗ്യാസ് വെൽഡിങ്. നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും ഗ്യാസ് വെൽഡിങ്. നമ്മൾ ഓരോ വർക്ക്ഷോപ്പിൽ പോകുമ്പോഴേക്കും ഗ്യാസ് വെൽഡ് ചെയ്യുന്നത്. അതുപോലെ ഞാനിത് നിങ്ങൾ വന്നിട്ടുള്ളവർ കാണിച്ചു തന്നിട്ടുണ്ട് ഗ്യാസ് വെൽഡിങ് എങ്ങനെയാണെന്ന്. ഈ അസറ്റിലിൻ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന അസറ്റിലിൻ ഗ്യാസ്, ഓക്സിജൻ ഗ്യാസ്, അതുപോലെ ഹൈഡ്രജൻ ഗ്യാസ്. അത് ഹൈഡ്രജൻ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഇത് വരുന്നത് കത്തുന്ന വാതകം, അല്ലെങ്കിൽ ഹൈഡ്രജനും ഓക്സിജൻ സപ്പോർട്ടബിൾ ഗ്യാസും അസറ്റിലിൻ ഗ്യാസ് കത്തുന്ന വാതകം. അപ്പം നമ്മൾ സപ്പോർട്ടബിൾ ഗ്യാസ് വേണം, ഇല്ലേ? എല്ലാത്തിനും നമ്മളിപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഈ വീട്ടിലൊക്കെയുള്ള LPG ഗ്യാസ്, അതിനകത്ത് എങ്ങനെ നിങ്ങൾക്ക് ഒരു ഓക്സിജൻ ഗ്യാസ് ഉണ്ടോ എന്ന്, അല്ലാതെ എങ്ങനെ നമ്മൾ ബർണർ കത്തുന്നൊക്കെ. അപ്പോഴേക്കും നമ്മൾ കാണുന്നത് ഓക്സിജൻ പുറത്തുനിന്ന് കിട്ടും, പക്ഷേ നമ്മുടെ LPG ഗ്യാസിനകത്ത് നമ്മൾ ബർണറിനകത്തുള്ള ഒരു ഇഷ്ടം പോലെ സുഷിരമുണ്ട്. ആ സുഷിരകത്തു നിന്ന് വരുന്ന ഗ്യാസ് വരുമ്പോഴേക്ക് പുറമേ നിന്നുള്ള ഓക്സിജൻ, അതായത് ഓക്സിജൻ ഇല്ലാതെ നമ്മുടെ LPG ഗ്യാസ് എങ്ങനെ നമ്മുടെ പാചക ഗ്യാസിലോട്ട് കത്തുന്നത്. അതാണ് ഓക്സിജൻ ഇല്ലാതെ നിങ്ങൾ അതായത് മർദ്ദമില്ലാത്ത ഒരു ഗ്യാസ് ഇല്ലാതെ നിങ്ങളുടെ സ്റ്റൗ അത് കത്തുന്നത് ഏറ്റവും വലിയ ഇതാണ് നിങ്ങളുടെ സ്റ്റൗ കത്തുന്നത്. അപ്പോഴേക്ക് നമ്മൾ അസറ്റിലിൻ, ഓക്സി അസറ്റിലിൻ ഗ്യാസ് അത് കത്തുന്നുള്ളൊരു ഫ്ലെയിം. ആ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ 3 ഫ്ലെയിം ഉണ്ട്: ന്യൂട്രൽ ഫ്ലെയിം, ഓക്സിഡൈസിങ് ഫ്ലെയിം, കാർബറൈസിങ് ഫ്ലെയിം. നമ്മൾ ഒരു കാർബറൈസിങ് ഫ്ലെയിം, ആ കാർബറൈസിങ് ഫ്ലെയിം എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താ ഉദ്ദേശിക്കുന്നത്? കാർബറൈസിങ് ഫ്ലെയിം. അപ്പം അതിനകത്ത് കാർബൺ കാണുമായിരിക്കും. അപ്പോൾ കാർബൺ വെച്ചുകൊണ്ടൊരു ഏതൊക്കെ വെൽഡ് ചെയ്യാൻ പറ്റും? അപ്പോൾ കാസ്റ്റേൻ നമ്മളെ ചീരച്ചട്ടി എന്ന് പറയും. അപ്പോൾ ചീരച്ചട്ടി അതുമായിട്ടുള്ള അലോയ്, ആ അലോയ് വെച്ചുകൊണ്ട് വെളിയാൻ കാർബറൈസിങ് ഫ്ലെയിം ഉപയോഗിക്കുന്നത്. കാർബറൈസിങ് കഴിഞ്ഞ് അടുത്ത ഫ്ലെയിം എന്നാ ഞാൻ പറഞ്ഞില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് നോക്കാം. അടുത്തത് ഓക്സിഡൈസിങ് ഫ്ലെയിം. ഓക്സിഡൈസിങ് ഫ്ലെയിം എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ തന്നെ അറിയാം ഓക്സിജൻ ഉണ്ടാകുമെന്ന്. അപ്പോൾ ഓക്സിഡൈസിങ് ഫ്ലെയിം എന്ന് പറഞ്ഞാൽ ഓക്സിജൻ കൂടുതൽ, അതായത് ഇപ്പം 2 എന്ന് വെക്കുമ്പോഴേക്ക് 2ൽ കൂടുതൽ ഓക്സിജൻ ഉണ്ടെങ്കിൽ ഓക്സിഡൈസിങ് ഫ്ലെയിം. അപ്പോൾ ഓക്സിഡൈസിങ് ഫ്ലെയിം കൊണ്ട് നമ്മൾ എന്നെയൊക്കെ വെള്ളിയാതെ വെക്കുന്നത്, നമ്മൾ ഓക്സിഡൈസിങ് ഫ്ലെയിം കൊണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ പറ്റും, അലൂമിനിയം ഫ്ലെയിം ഇത് വെൽഡ് ചെയ്യാൻ പറ്റും. പക്ഷെ അലൂമിനിയം ഫ്ലെയിം ഇത് വെച്ച് വെൽഡ് ചെയ്യുമ്പോഴേക്ക് അതിന് നമുക്ക് തന്നെ ഫ്ലെക്സൊക്കെ ചേർക്കണമെന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ഒന്നുകൂടെ ഓർക്കുക. ഓക്സിഡൈസിങ് ഫ്ലെയിം വെച്ച് നമ്മൾ അലൂമിനിയം ഒക്കെ ചെയ്യുമ്പോഴേക്ക് അതിനകത്ത് ഫ്ലെക്സ് വെക്കണം. പിന്നെ അടുത്ത് തന്നെ ഏറ്റവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫ്ലെയിം ന്യൂട്രൽ ഫ്ലെയിം, അതായത് ഓക്സിജനും അസറ്റിലും തുല്യ അളവിൽ ചെയ്യുന്ന ഫ്ലെയിമിനാണ് ന്യൂട്രൽ ഫ്ലെയിം. അതായത് നമ്മളിപ്പോൾ ഒരു ചായ ഉണ്ടാക്കുക എന്ന് വെച്ചു. ചായ ഉണ്ടാക്കുമ്പോഴേക്ക് പാലിൻ്റെ അളവ്, അത് പാലിൻ്റെ അളവും തേയിലയുടെ അളവൊക്കെ വെച്ചിട്ട് നമ്മൾ പറയത്തില്ലേ, മീഡിയം ചായ വേണം, സ്ട്രോങ് ചായ വേണം, ലൈറ്റ് ചായ വേണം. അപ്പം മീഡിയം ചായ ആയിരിക്കുമല്ലോ നമ്മുടെ ഏറ്റവും വലിയ ഇത്. അതായത് തുല്യ അളവിലുള്ള പാലും തേയിലയും എല്ലാം വെച്ചു മീഡിയം. ഇപ്പം സ്ട്രോങ് എന്ന് പറയുമ്പോഴേക്കും എന്നാ, സ്ട്രോങ് എന്ന് പറയുമ്പോൾ ശകലം കട്ടി കൂടിയത്. അപ്പം സ്ട്രോങ് എന്ന് പറയുമ്പോൾ ശകലം കട്ടി കൂടിയുണ്ട്. ലൈറ്റ് എന്ന് പറയുമ്പോഴേക്ക് ശകലം പാലോ അല്ലെങ്കിൽ തേയിലയോ എല്ലാം കുറഞ്ഞത്. അപ്പം അതുപോലെ ന്യൂട്രൽ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ 2 അസറ്റിലും ഓക്സിജനും ഒരുപോലെ ഇരിക്കുന്ന, അതിലെ അളവിലിരിക്കുന്ന ഫ്ലെയിമിനാണ് ന്യൂട്രൽ ഫ്ലെയിം എന്ന് പറയുന്നത്. അപ്പോൾ കാർബറൈസിങ് ഫ്ലെയിം എന്ന് പറയുമ്പോഴേക്കും എന്താ പറയുന്നത്? നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ, അത് നിങ്ങൾക്കറിയാമല്ലോ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ. പക്ഷെ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്നല്ല പറയുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വാതകത്തിനെ പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡോ ഓക്സിജനോ ആയിട്ടാണ് പറയുന്നത്. കാർബറൈസിങ് ഫ്ലെയിം എന്നാ പറയുന്നത്. അപ്പം കാർബറൈസിങ് ഫ്ലെയിമിൽ തന്നെ അസറ്റിലാണ് കൂടുതൽ വരുന്നത്. നമ്മൾ സാധാരണ എല്ലാവരും വിചാരിക്കും കാർബൺ ഡൈ ഓക്സൈഡോ അങ്ങനെ പോലും ആയിരിക്കില്ല. കാർബറൈസിങ് ഫ്ലെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റിലും കൂടുതലും
ഓക്സിജൻ കുറവ്. ഓക്സിജൻ കുറവ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം 4 ഭാഗത്തിൽ 4/3 ഭാഗം ഏതായിരിക്കും? ഓക്സിഡൈസിങ് ഫ്ലെയിമിലെ കാർബറൈസിങ് ഫ്ലെയിമിൽ 4/3 ഭാഗം അസറ്റിലും 4/1 ഭാഗം ഓക്സിജനുമായിരിക്കും. അതേസമയം തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. ഓക്സിഡൈസിങ് ഫ്ലെയിം, ഓക്സിഡൈസിങ് ഫ്ലെയിമിൽ 4/3 ഓക്സിജനും 1 അസറ്റിലുമായിരിക്കും. അപ്പോഴേക്കും അടുത്ത ഫ്ലെയിം തന്നെ ആയിരിക്കും ന്യൂട്രൽ ഫ്ലെയിം. ന്യൂട്രൽ ഫ്ലെയിമിൽ രണ്ടും ഒരുപോലെ ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഈ ഫ്ലെയിമിനെ പറ്റി പറയുന്നത്. അതിനകത്ത് നമ്മൾ 3 ഫ്ലെയിം പറഞ്ഞു. എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഒന്ന് ഓക്സിഡൈസിങ് ഫ്ലെയിം, കാർബറൈസിങ് ഫ്ലെയിം, ന്യൂട്രൽ ഫ്ലെയിം. അപ്പം ഇതിനകത്തൊക്കെ ഓരോ കോണുണ്ട്. നമ്മുടെ വെൽഡ് ചെയ്യുമ്പോഴേക്കും അല്ലെങ്കിൽ ഈ ഫ്ലെയിം ഇത് ടോർച്ച് എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഞാൻ കാണിച്ചു തന്നിട്ടുള്ള ബ്ലോ പൈപ്പ് അല്ലെങ്കിൽ വെൽഡിങ് ടോർച്ച്. വെൽഡിങ് ടോർച്ച് നമ്മൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. ബ്രാസ് കൊണ്ടാണ് വെൽഡിങ് ടോർച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ബ്രാസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്ന വെൽഡിങ് ടോർച്ചിൽ എന്തുകൊണ്ടാണ് നമ്മൾ നോസിൽ കോപ്പർ ഉണ്ടാക്കിയിരിക്കുന്നത്? അതായത് ബ്രാസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് വെൽഡിങ് ടോർച്ചിൽ എന്തുകൊണ്ടാണ് നമ്മൾ കോപ്പർ കൊണ്ടുള്ള നോസിലുണ്ടാക്കുന്നത്? അപ്പം ഈ നോസിലുണ്ടാക്കിയിരിക്കുന്നത് അതായത് ടോർച്ചിൻ്റെ അവസാന അഗ്രത്തിലിരിക്കുന്ന നമ്മൾ ആ പോയിൻ്റ് പോലെ ഇരിക്കുന്ന ആ സംവിധാനത്തെയാണ് നമ്മൾ കാണിച്ചു തന്നതാണ് നിങ്ങൾക്കൊക്കെ. നോസിൽ കോപ്പർ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലാകാത്തവർക്ക് ഒന്നുകൂടെ പറഞ്ഞു തരാം. കോപ്പറിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ്സ്, ബ്രാസിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ്സ്, ഇരുമ്പിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് അല്ലെ മൈൽഡ് സ്റ്റീലിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് തമ്മിലുള്ള വ്യത്യാസത്തിൽ നമ്മൾ ഗ്യാസ് വെൽഡ് ചെയ്യുമ്പോഴേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളൊരു ഫില്ലർ വയർ വെക്കും ഇല്ലേ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ഒരു ഫില്ലർ വയർ, ഞാൻ പറഞ്ഞതാണ് CCMS ഇലക്ട്രോഡ്, അതായത് കോപ്പർ കോട്ടഡ് മൈൽഡ് സ്റ്റീൽ വെച്ചുകൊണ്ടുള്ള ഒരു ഫില്ലർ വയർ വെക്കും. അതിനു മുമ്പ് ഞാൻ പറഞ്ഞതാണ് ഇത് ഫില്ലർ വയർ ഇല്ലാതെ ഫില്ലർ വയർ, അതായത് ഫില്ലർ വയർ ഇല്ലാതെ വെക്കാം, ഫില്ലർ വയർ കൂടി വെക്കാം. ഞാനതിന് പറഞ്ഞ ഫില്ലർ വിത്തൗട്ട് ഫില്ലർ റോഡ്, വിത്ത് ഫില്ലർ റോഡ്, അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. പക്ഷെ അപ്പോഴേക്ക് നമ്മൾ എന്നാ എടുക്കണം? നമ്മൾ ഉരുകുന്ന ഫില്ലർ റോഡ് ഏതായിരിക്കും? സ്വർണ്ണമാണെങ്കിൽ സ്വർണ്ണമായിരിക്കും, ചെമ്പാണെങ്കിൽ ചെമ്പായിരിക്കും, അലൂമിനിയം ആയിരിക്കും അലൂമിനിയം. അതും അതാത് ഇത് ഏത് മെറ്റീരിയലാണോ അതിൻ്റെ ഫില്ലർ റോഡ് തന്നെ നമ്മൾ ഈ വെൽഡിങ്ങിലും ചേർക്കണം, അല്ലെങ്കിൽ നടക്കത്തില്ല. അതിനാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നോസിൽ, അതായത് ഞാൻ പറഞ്ഞു വന്നിരുന്നത് നമ്മുടെ ബ്ലോ പൈപ്പ് ബ്രോൺസോ അതല്ലെങ്കിൽ പിത്തളോ ഏതെങ്കിലും ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇത് നമ്മുടെ നോസിൽ കോപ്പർ ആയിരിക്കും. അപ്പം കോപ്പറിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് അത് നമ്മുടെ ഫില്ലറുമായിട്ട് താഴ്ന്നിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ വെൽഡ് ചെയ്യുമ്പോഴേക്ക് നമ്മുടെ നോസിൽ ഉരുകാതെ പോയിട്ട് ആ ഫില്ലർ വയർ ബാക്കിയുള്ള മെറ്റലും എന്ത് ചെയ്യുന്നു? ഉരുകിപ്പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സാധാരണ രീതിയിലേക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഗ്യാസ് വെൽഡിങ്ങിൽ ആദ്യമായിട്ട് നമ്മൾ ഏതൊക്കെ ഗ്യാസ് ഉപയോഗിക്കുന്നു? ഒന്ന് സാധാരണ ഇതിലുള്ളത് ഓക്സിജൻ അല്ലെങ്കിൽ അസറ്റിലിൻ. ഈ ഓക്സി അസറ്റിലിൻ വെൽഡിംഗ് എന്നാണ് പറയുന്നത്. നമ്മുടെ ഇവിടെ വർക്ക്ഷോപ്പിനകത്ത് ഉപയോഗിക്കുന്നത് ഓക്സിജൻ ഗ്യാസും അസറ്റിലിൻ ഗ്യാസാണ്. ഓക്സിജൻ ഗ്യാസിൻ്റെ സിലിണ്ടർ കളർ തന്നെ ആയിരിക്കും. അന്നേ ഞാൻ പറഞ്ഞ കളറ് ബ്ലാക്ക് ആയിരിക്കും. അസറ്റിൻ്റെ ഗ്യാസ് ഏതായിരിക്കും? അതിൻ്റെ കളറ് മെറൂൺ. അപ്പം ഒന്ന് മെറൂൺ അസറ്റിലിൻ ഗ്യാസ്, 2 ഓക്സിജൻ ഗ്യാസിൻ്റെ കളറ് ബ്ലാക്ക്. അപ്പം ഇത് രണ്ടും കൂടെ മിക്സിങ്ങിലുള്ള ഇത് വെൽഡിങ്ങിനാണ് ഓക്സി അസറ്റിലിൻ വെൽഡിങ് അല്ലെങ്കിൽ ഗ്യാസ് വെൽഡിങ്. നമ്മൾ ഇത് പറയുന്നത് നമ്മൾ സാധാരണ രീതി എന്ന് പറയുന്നത് എല്ലാവരോടും പറയുന്നത് ഞങ്ങൾ ഗ്യാസ് വെൽഡിങ് ചെയ്യുന്നു. അപ്പം അവർ ചോദിക്കും ഏത് ഗ്യാസ് വേണം? അപ്പം നിങ്ങൾ എന്നാ പറയും? അപ്പം നമുക്ക് വേണ്ടത് ഓക്സിജൻ വേണം,
അസറ്റിലിൻ വേണം. അപ്പം നമുക്ക് വേറൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വർക്ക്ഷോപ്പിലൊക്കെ ചെന്ന് നിങ്ങൾ കാണുമ്പോഴേക്ക് ഈ അസറ്റിലിൻ ഗ്യാസ് ഒന്നും കാണത്തില്ല, വെറും ഒരു ഓക്സിജൻ കുറ്റി മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ അവിടെ തന്നെ വരുന്നത് നമ്മുടെ ഈ വർക്ക്ഷോപ്പിനകത്തുള്ള രണ്ട് ഇത് ഞാൻ കാണിച്ചിട്ടുണ്ട്. കാർബൈഡ് ടു അസറ്റിലിൻ, കാർബൈഡ് ടു ഓക്സിജൻ, ഇങ്ങനെ രണ്ട് ജനറേറ്റർ കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ കാർബൈഡ് എന്ന് പറഞ്ഞ ഒരു പദാർത്ഥം അല്ലെങ്കിൽ കാർബൈഡ് ഉണ്ടാക്കി നമ്മൾ വെള്ളത്തിനോട് ചേരുമ്പോഴേക്ക് അസറ്റിലിൻ ഗ്യാസ് ഉണ്ടാകും. അങ്ങനെ നമ്മുടെ കാർബൈഡ് ടു അസറ്റിലിൻ അങ്ങനെ ഒരു 2-3 ജനറേറ്റർ നമ്മൾ വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ വന്നു കഴിയുമ്പോഴേക്ക് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ നിങ്ങളുടെ ഇത് എല്ലാ ഈ ക്ലാസ്സുകളിലും നിങ്ങൾ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഇത് നോക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്.